മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല. ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനായി ഡോക്ടേഴ്സിന്റെ വിദഗ്ധ സംഘത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നിയോഗിച്ചു. ശ്രീജിത്ത് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, VSന്റെ ആരോഗ്യനില VS ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. തിരുവനന്തപുരം പട്ടത്തെ SUT ആശുപത്രിയിലാണ് VS ചികിത്സയിൽ തുടരുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് VSനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരം എന്നാണ് ഒടുവിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത്. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, VSന്റെ ആരോഗ്യനില സംബന്ധിച്ച് മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ എന്താണ് ശ്രീജിത്ത്? ഉന്മേഷ്, VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്ന് മെഡിക്കൽ കോളേജിലെ 7 അംഗ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം മെഡിക്കൽ ബോർഡ് യോഗം VS ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ യോഗം ചേർന്നിരുന്നു. ചികിത്സ നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ വിലയിരുത്തി. നിലവിലുള്ള ചികിത്സാ രീതി തന്നെ തുടരട്ടെ എന്നാണ് മെഡിക്കൽ ബോർഡിൻ്റെ നിർദ്ദേശം. ഇപ്പോൾ VS നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ രക്തസമ്മർദ്ദത്തിൻ്റെ ചാഞ്ചാട്ടവും ഒപ്പം തന്നെ വൃക്കയുടെ പ്രവർത്തനത്തിലെ നിയന്ത്രണം ഇല്ലായ്മയുമാണ്. നേരത്തെ ഡയാലിസിസ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഡയാലിസിസ് പുനരാരംഭിക്കാൻ മെഡിക്കൽ ബോർഡ് നിർദ്ദേശം നൽകി. ഡയാലിസിസ് പുനരാരംഭിക്കുന്നതോടെ അദ്ദേഹത്തിൻ്റെ വൃക്കകളുടെ പ്രവർത്തനവും ഒപ്പം തന്നെ രക്തസമ്മർദ്ദവും സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷയാണ് മെഡിക്കൽ ബോർഡ് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിലവിലുള്ള ചികിത്സാ രീതി തുടരാനും ഡയാലിസിസ് പുനരാരംഭിക്കാനും നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രക്തം കട്ടപിടിക്കുന്ന പ്രശ്നം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആൻറ്റി കൊയാഗുലൻ്റ് മരുന്നുകൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. ഇതടക്കമുള്ള ചികിത്സാ രീതികളാണ് ഇപ്പോൾ തുടരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഗുരുതരാവസ്ഥയിൽ നിന്ന് തരണം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറ്റം വരികയോ ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. ശ്രീജിത്ത്, ഇപ്പോൾ ഈ മെഡിക്കൽ ബോർഡിൽ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ വിദഗ്ധ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. നിലവിലെ ചികിത്സ അതേപടി തുടരട്ടെ എന്നാണോ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം ശ്രീജിത്ത്? ഉന്മേഷ്, തീർച്ചയായും നിലവിലുള്ള ചികിത്സാ രീതി തുടരട്ടെ എന്ന് തന്നെയാണ്. വെന്റിലേറ്റർ സൗകര്യത്തോടെയാണ് VS അച്യുതാനന്ദൻ ജീവൻ നിലനിർത്തുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൃദയ ആഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം വെന്റിലേറ്റർ സഹായത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആ ചികിത്സാ രീതികളെല്ലാം തന്നെ തുടരട്ടെ എന്ന് തന്നെയാണ് തീരുമാനം. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 7 അംഗ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് VSനെ ഇവിടെ മെഡിക്കൽ ബോർഡിനെ ചികിത്സിക്കാനായി എത്തിയിരിക്കുന്നത്. കാർഡിയോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ക്രിട്ടിക്കൽ കെയർ, ജനറൽ മെഡിസിൻ, പൾമണറി മെഡിസിൻ വിഭാഗം ഡോക്ടർമാരാണ് ആരോഗ്യനില വിലയിരുത്താനായി എത്തിയത്. അവരെല്ലാം തന്നെ നിലവിലുള്ള ചികിത്സാ രീതി തുടരട്ടെ എന്ന ഉപദേശമാണ് ഈ SUT ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിർത്തിവെച്ചിരുന്ന ഡയാലിസിസ് പുനരാരംഭിക്കാനും നിർദ്ദേശിച്ചു. ഇതടക്കമുള്ള ചികിത്സാ രീതികളാണ് ഇപ്പോൾ VSന് നൽകുന്നത്. എന്നാൽ ഈ ആരോഗ്യനില അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതേപടി തുടരുകയും ചെയ്യുന്നു എന്നതാണ് കാര്യം. ശരി, VSന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.